അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ എന്നിവർ ഒന്നിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് മികച്ച ഒരു ഹൊറർ ചിത്രമാണ് കിട്ടിയത്. മലയാള സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ഹൊറർ ചിത്രമായിട്ട് ഈ ചിത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതാണ് കണ്ടത്. ചില അഭിപ്രായങ്ങളുണ്ടാകും, അവരങ്ങോട്ട് മാറിയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പം വമ്പൻ കളക്ഷനാണ് എല്ലായിടത്തു നിന്നും ഈ ചിത്രം നേടുന്നത്. ഒരു ഹൊറർ ചിത്രം, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഹൊറർ ചിത്രം ഇത്രമേൽ കളക്ട് ചെയ്യുമോ എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഇപ്പം 12 ദിവസം പിന്നിടുമ്പം ഏകദേശം 75 കോടിയോളം ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവ്. കർണാടകത്തിൽ നിന്നാണ് വമ്പൻ മുന്നേറ്റം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവിടെ 4,65,00,000 ഈ ചിത്രം എത്തിയിരിക്കുന്നു. ഇന്നലെ 10 ലക്ഷം രൂപയാണ് ഇന്നലെ കർണാടകത്തിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത്. അങ്ങനെ 12 ദിവസം കൊണ്ട് 4,65,00,000 രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. അപ്പം കർണാടകത്തിനെ സംബന്ധിച്ച് DFRA എന്ന ചിത്രം വമ്പൻ കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഏകദേശം 1 കോടിയോളം അവിടുന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അവിടുന്നൊക്കെ ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടുമെന്ന്. ഏകദേശം 91 ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള കളക്ഷൻ. തമിഴ്നാട്ടിൽ നിന്ന് മികച്ച രീതിയിലുള്ള കളക്ഷൻ 2,79,00,000 എത്തിയിരിക്കുന്നു. താമസിക്കാതെ തന്നെ 3 കോടി കടക്കുന്ന ഒരു ചിത്രമായി DFRA മാറുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് ഇന്നലെ 65-70 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 32,95,00,000 ഈ ചിത്രം എത്തിയിരിക്കും. ഏകദേശം 33 കോടി എന്ന് കണക്ക് കൂട്ടുക. ഇന്ന് 33 കോടി കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഈ പറഞ്ഞത് കൂടാതെ ഇന്ത്യ ബെൽറ്റ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് ഏകദേശം 20 ലക്ഷം 2 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 1.5 കോടി രൂപയാണ് അവിടുന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 42,80,00,000 രൂപയാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാള സിനിമയിലെ പല നടന്മാർക്കും സംഭവിക്കാത്ത കാര്യമാണ് പ്രണവ് മോഹൻലാൽ തൻ്റെ ഒറ്റ ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 കോടി നേടുന്ന ഒരു ചിത്രമായിട്ട് DFRA എന്ന ചിത്രം മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഏകദേശം 32 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കോടിയും. അപ്പം ഓവർ നമ്മളെടുത്തു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ ഓവർസീസിൽ നോക്കിയാലും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കിയാലും കേരള കളക്ഷനാക്കി നോക്കിയാലും ഏകദേശം എല്ലാം തുല്യമായി നിൽക്കുന്നതാണ്. ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. കേരളത്തിൽ നിന്ന് 32 കോടി നേടിയപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം 10 കോടിയോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മികച്ച രീതി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു ഹൊറർ ചിത്രമാണ്. ഏത് ഭാഷയിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. അങ്ങനെ മറ്റു പല പ്രമുഖ നടന്മാർക്കും സംഭവിക്കാത്ത കാര്യമാണ് പ്രണവ് തൻ്റെ ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് 10 കോടി ഓവർസീസ് അല്ലല്ലോ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. അപ്പം ഈ ചിത്രം ഇതൊക്കെ നേടിക്കഴിഞ്ഞപ്പം മറ്റു പല ചിത്രങ്ങളും വഴിമാറാ മുട്ടൽക്ക് ചേരാ എന്ന് പറയുന്ന പോലെ മറ്റു പല ചിത്രങ്ങളും വഴിമാറുന്നതാണ് നമ്മൾ കണ്ടത്. മമ്മൂട്ടി ചിത്രങ്ങളും ദുൽഖർ സൽമാൻ ചിത്രങ്ങളുമാണ് ഇത് തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ്റെ ചിത്രം, അങ്ങനെ പ്രമയുഗം നേടിയത് കേരളത്തിൽ നിന്ന് 24 കോടിയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 8 കോടിയാണ്. ഓവർസീസ് കളക്റ്റായി 26 കോടി 35 ലക്ഷം രൂപയാണ്. ഇതെല്ലാം ഈ DFRA എന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം തകർത്തെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു ചിത്രം ദുൽഖറിൻ്റെ കുറുപ്പാണ്. കുറുപ്പ് എന്ന ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് 31 കോടി രൂപയാണെങ്കിൽ നിസ്സാരമായിട്ട് 33 കോടിയായിട്ട് 12 ദിവസം കൊണ്ട് തകർത്തെറിയുന്നത് നമുക്ക് കണ്ടു. അതുപോലെ പ്രമേയുഗത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 58 കോടി 50 ലക്ഷമായിരുന്നു. അതും നമുക്ക് പറഞ്ഞല്ലോ, ഇപ്പോൾ 74 ഇവിടെ ഇരിക്കുന്നു, 58 ഇവിടെ ഇരിക്കുന്നു അല്ലേ. അതുപോലെ ടെർബോ എന്ന ചിത്രത്തിൻ്റെ 72 കോടി നിസ്സാരമായിട്ട് 12 ദിവസം കൊണ്ട് DFRA എന്ന ചിത്രം തകർത്തെറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഭ്രമയുഗം, കുറുപ്പ്, ടെർബോ എന്നീ ചിത്രങ്ങളെല്ലാം അതിൻ്റെയൊക്കെ റെക്കോർഡ് പഴങ്കഥയാക്കിയാണ് DFRAയുടെ കുതിപ്പ്. അത് എവിടെ ചെന്ന് നിൽക്കും എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇനി വെള്ളിയാഴ്ച നിരവധി ചിത്രങ്ങൾ റിലീഫ് ആകുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖറിൻ്റെ കാന്തയൊക്കെ റിലീഫാണ്. പക്ഷേ എപ്പോഴും DFRA എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിലീഫാകുന്ന ചിത്രങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നിരുന്നെങ്കിൽ അത് ഗുണമായി വരുന്നത് DFRA എന്ന ചിത്രത്തിനാണ്. അങ്ങനെയെങ്കിൽ ഇത് നിസ്സാരമായിട്ട് 100 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഈ
വെള്ളിയാഴ്ച വരുന്ന ചിത്രങ്ങളുടെ രാജ്യങ്ങൾ തന്നെയാണ് DFR എന്ന ചിത്രത്തിൻ്റെ 100 കോടിയിലേക്കുള്ള പ്രയാണത്തിന് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഒക്കെ വരെ. ഞാനിത് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടു, ഇനി അടുത്ത വീഡിയോ ആയിട്ടൊന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്ത് ചെയ്യാനാണ്, വന്നല്ലേ പറ്റൂ. വീണ്ടും കാണാം. ഒക്കെ ബൈ.